പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസമുണ്ടായ പത്രപരസ്യ വിവാദം ഇതറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സൃഷ്ടിച്ചത് തന്നെയാണ്. CPM-ന് ജയിക്കാൻ കഴിയില്ല എന്നുറപ്പായി വന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുകയും ഭൂരിപക്ഷ വോട്ടുകളെ BJP-യിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നിലപാടാണ് CPM സ്വീകരിച്ചത്. CPM ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഈ പരസ്യം CPM-ന്റെ ചെലവിൽ BJP-ക്ക് വേണ്ടി അവർ തന്നെ ചെയ്തു കൊടുത്തതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. സുന്നി കാന്തപുരം വിഭാഗം മുഖപത്രമായ സിറാജ്, അതുപോലെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം എന്നിവയിലാണ് CPM പരസ്യം നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയിൽ കൊടുത്തിട്ടില്ല. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് ആ പരസ്യമുള്ളത്. എന്നാൽ സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെയാണ് ഈ പത്രപരസ്യത്തിൽ വന്നിരിക്കുന്നത്. CPM-ന്റെ ഗതികേടാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കുറേ കള്ളപ്രചരണങ്ങളും വ്യാജ റെയ്ഡും അതുപോലെ ഇത്തരത്തിലുള്ള കള്ളക്കഥകളും ഒക്കെ പറഞ്ഞ് നടത്തി നോക്കി. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനായി ഇന്നത്തെ ഈ പരസ്യം ഇറക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ CPM ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നു എന്ന തരത്തിലേക്ക് ജനങ്ങളുടെ അഭിപ്രായം മാറിയിരിക്കുകയാണ്. എന്താണ് CPM ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തം. ഈ പത്രങ്ങൾ ആദ്യം വായിക്കേണ്ടത് CPM നേതാക്കൾ തന്നെയാണ്. CPM ഉദ്ദേശിച്ചത് BJP-യെ ജയിപ്പിക്കുക എന്ന് തന്നെയാണ്. CPM-ന് ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ പാലക്കാട്ട് നിലനിൽക്കുന്നു. അവർ 3-ാം സ്ഥാനത്താണ്. അവിടെയാണ് വിഭാഗീയത വരുത്തി, മതവിഭാഗീയത വരുത്തി ആ വോട്ടുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടി എന്നറിയപ്പെടുന്ന BJP-യിലേക്ക് പോകാൻ അവർ ശ്രമിച്ചത്. സന്ദീപ് വാര്യർ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തികളാണ് CPM-ന്റെ നേതാക്കൾ. വ്യക്തിപരമായി അയാളോട് എതിർപ്പില്ല എന്നും ആശയങ്ങളെ തള്ളിപ്പറഞ്ഞാൽ മാത്രം മതിയെന്നും പറഞ്ഞ് സന്ദീപ് വാര്യറിന് വേണ്ടി കാത്തിരുന്നവരാണ് AK ബാലനും MP രാജേഷും അടക്കമുള്ള പാലക്കാട് ജില്ലയിലെ CPM-ന്റെ സംസ്ഥാന നേതാക്കൾ. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ പേരിൽ CPM വളരെയധികം വിഷമിക്കുന്നു. BJP-യിലേക്ക് ഒരാൾ പോയാൽ ആഘോഷിക്കുന്നത് ഇവിടെ CPM ആണ്. അതേസമയം BJP-യിൽ നിന്ന് ഒരാൾ വിട്ട് പോന്നാൽ അവിടെ സങ്കടപ്പെടുന്നതും CPM ആണ് എന്നുള്ള സത്യമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ BJP-യെ ജയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് അവസാന നിമിഷം, അവസാന ദിവസം CPM-ൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ ചെലവിൽ BJP-ക്ക് വേണ്ടി ചെയ്തൊരു പരസ്യമായി ഇത് മാറിക്കഴിഞ്ഞു. ദേശാഭിമാനി എന്തുകൊണ്ട് ഈ പരസ്യം ഏറ്റെടുത്തില്ല? CPM-ന് ദേശാഭിമാനിക്ക് ഈ പരസ്യം കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ദേശാഭിമാനിയുടെ വായനക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രചരണമാണ് ഇത് എന്ന് CPM തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ പൂർണ്ണമായൊരു വർഗീയത വെച്ച് പുലർത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുഖപത്രത്തിൽ പരസ്യം നൽകുക വഴി അവർ ആ രാഷ്ട്രീയത്തെ തന്നെ വർഗീയവൽക്കരിക്കുകയാണ് അവസാന നിമിഷം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് അവസാന ദിവസത്തെ BJP CPM ബന്ധത്തിൻ്റെ പരസ്യം എന്ന് തന്നെ ഉറപ്പായിരിക്കുന്നു.